ഓക്കെ, നെക്സ്റ്റ് ഡിസൈനാണ് ട്രപ്പിസോയിഡൽ നോച്ച് ഫോൾ. ഓക്കെ, അതായത് ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് എ കാനൽ ഡ്രോപ്പ് അല്ലെങ്കിൽ കാനൽ ഫോൾ. അതിൻ്റെ ഒരു ടൈപ്പാണിത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഡിസൈൻ എ കാനൽ ഡ്രോപ്പ് ഫോർ ദ ഫോളോവിങ് ഡാറ്റ. ഇവിടെ 2 ഡേറ്റാസ് തന്നിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ ഒന്ന് ഹൈഡ്രോളിക് ഡീറ്റെയിൽസ് ഓഫ് ദ കാനൽ എബൌട്ട് ഡ്രോപ്പും പിന്നെ ഒന്ന് ഹൈഡ്രോളിക് ഡീറ്റെയിൽസ് ഓഫ് കാനൽ ബിലോ ഡ്രോപ്പും. അതായത് നമ്മുടെ ഡ്രോപ്പ് ഉണ്ടല്ലോ, നമ്മൾ എവിടെയാണ് ഡ്രോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഡ്രോപ്പിൻ്റെ മേൽഭാഗവും താഴ്ഭാഗവും, അതായത് ബിഫോർ ഡ്രോപ്പും ആഫ്റ്റർ ഡ്രോപ്പ്. ബിഫോർ ഡ്രോപ്പിനെയാണ് അപ്സ്ട്രീം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ബിലോ ഡ്രോപ്പ് എന്ന് പറയുന്നതാണ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്സ്ട്രീം ആകുമ്പോഴത്തേക്ക് അവിടുത്തെ ഫുൾ സപ്ലൈ ഡിസ്ചാർജും അവിടുത്തെ ബെഡ് വിഡ്ത്തും ബെഡ് ലെവലും ഫുൾ സപ്ലൈ ലെവലും ഫുൾ സപ്ലൈ ഡെപ്തും അതേപോലെ ടോപ്പ് ഓഫ് എ ബാങ്ക് പിന്നെ ഹാഫ് സപ്ലൈ ഡെപ്തും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഹൈഡ്രോളിക് പെർട്ടിക്കുലേഴ്സ് ഓഫ് എ കാനൽ ബിലോ ദി ഡ്രോപ്പ്. അവിടുത്തെയും ഫുൾ സപ്ലൈ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, ബെഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട്, ബെഡ് ലെവൽ, FSL, FST, അതേപോലെ ടോപ്പ് ഓഫ് എ ബാങ്ക്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഗ്രൗണ്ട് ലെവൽ അറ്റ് എ സൈറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് 10.5 മീറ്ററും പിന്നെ ഗുഡ് സോയിൽ ഈസ് അവൈലബിൾ ഫോർ എ ഫൗണ്ടേഷൻ അറ്റ് 8.50 മീറ്റർ. ഇത് ഇത്രയുമാണ് ഡേറ്റാസ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. ഇതിലിപ്പം 9 ഡിസൈൻ സ്റ്റെപ്സ് ആണുള്ളത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോച്ച് ഡിസൈൻ ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് അവർ തന്നിട്ടുണ്ട് 4 ക്യൂമെക്സ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫുൾ സപ്ലൈ ഡെപ്ത് എന്നും പറയുന്നത് 1.5 മീറ്റർ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതും തന്നിട്ടുണ്ട്, ഗിവൻ ആണ്. പിന്നെ ഹാഫ് സപ്ലൈ ഡെപ്ത് എന്ന് പറയുന്നത് HSD = 1 മീറ്റർ, അതും തന്നിട്ടുണ്ട്. അതെ, എല്ലാം തന്നിട്ടുണ്ട്, എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ലെറ്റ് us assume 2 numbers of notch. ഇപ്പോൾ നമ്മളിവിടെ 2 numbers ആണെന്ന്, നോച്ചസ് 2 numbers ആണ് അസ്യൂം ചെയ്യുക. അപ്പോൾ ഡിസ്ചാർജ് ത്രൂ ഈച്ച് നോച്ച് എന്ന് പറയുമ്പോൾ എത്രയാണ്? നമ്മുടെ ടോട്ടൽ ഡിസ്ചാർജ് 4 ആകുമ്പം ഈച്ച് നോച്ച് ആകുമ്പോഴത്തേക്ക്, അതായത് 2 നോച്ചസ് ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ത്രൂ 1 നോച്ച് എന്ന് പറയുന്നത് 4/2, അപ്പോൾ 2 ക്യൂമെക്സ് ആണ്. നെക്സ്റ്റ്, ബട്ട് ഫ്രം ദ ഇക്വേഷൻ Q is equal to 2.22 h⁻³ into L + 0.4 n into h. ഇത് ഡിസ്ചാർജിൻ്റെ എന്താണ് ഫോർമുലയാണ്. ഓക്കെ, അപ്പോൾ ഫുൾ സപ്ലൈ ഡെപ്ത് അതായത് Q = 2 ക്യൂമെക്സ്. അതായത് ഒരു നോച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ നോച്ചസാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു നോച്ചസ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ഫുൾ സപ്ലൈ ഡിസ്ചാർജ് എത്രയാണ്? ഫുൾ സപ്ലൈ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 2 ക്യൂമെക്സ് ആണ്. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q എന്ന് പറയുന്നത് 2ഉം പിന്നെ 2.22 ഇൻറ്റു h എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ സപ്ലൈ ഡെപ്ത് ആണ് 1.5 to the power of 3/2 ഇൻറ്റു എല്ലും എന്നും നമുക്ക് അറിയത്തില്ല, ഇവിടെ അൺനോൺസ് ആണ് എല്ലും എന്നും എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റു 1.5, h എന്ന് പറയുന്നത് 1.5. ഇവിടെ നമ്മൾ ഈ നോച്ച് ഡിസൈൻ ചെയ്യുന്നത് ആക്ച്വലി എന്താണ് മെയിനായിട്ട് കണ്ടുപിടിക്കേണ്ടത്? ഈ ലെങ്താണ്. ഓക്കെ, ഈ നോച്ചിൻ്റെ സില്ലിൻ്റെ ലെങ്ത്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എല്ലും അതേപോലെ തന്നെ ഈ ആംഗിൾ എത്രയാണെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ സ്ലോപ്പ് ഉണ്ടല്ലോ, അതായത് ഇതാണല്ലോ നമ്മുടെ ട്രപ്പിസോയിഡൽ നോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോച്ചിൻ്റെ ആ ആ ആംഗിൾ എത്രയാണെന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഫുൾ സപ്ലൈ ഡിസ്ചാർജിനുള്ള ഒരു ഇക്വേഷൻ കിട്ടി. അതേപോലെ ഹാഫ് സപ്ലൈ കണ്ടീഷൻ നമുക്കറിയാം, ഡിസ്ചാർജ് എന്ന് പറയുന്നത് 1 ക്യൂമെക് ആണ്. അപ്പോൾ ആ സെയിം ഇക്വേഷനിൽ തന്നെ Q = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇനി ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, എന്നിട്ട് ഈ 2 ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് L = 0.37 മീറ്റർ ആണ് കിട്ടുന്നത്, വിച്ച് ഈസ് നിയർലി ഈക്വൽ ടു 0.4 മീറ്റർ ആയിട്ട് എടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ. പിന്നെ N = 0.2 ആണ് കിട്ടുന്നത്. ഈ N എന്ന് പറയുന്നത് ഈസ് ഓൾസോ ഈക്വൽ ടു 2 tan ആൽഫ, അങ്ങനെയാണ് എടുക്കുന്നത്. ഈ ട്രപ്പിസോയിഡൽ നോച്ചിൻ്റെ കേസസിൽ എപ്പോഴും N = 2 tan ആൽഫ, അത് ഫോർമുലയാണ് തന്നിട്ടുള്ളത് കേട്ടോ. N = 2 tan ആൽഫ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ട് വെച്ചിട്ട് നമുക്ക് ആൽഫ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൽഫ എന്ന് പറയുന്നത് 5 ഡിഗ്രി 45 മിനിറ്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എല്ലും കിട്ടി, ആൽഫയും കിട്ടി. ഇനി ഡയമെൻഷൻസ് ഓഫ് ദ നോച്ച്. ഡയമെൻഷൻസ് ഓഫ് ദ നോച്ച് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഡയമെൻഷൻസ് ഇവിടെ നമുക്ക് വേണ്ടത്? ഈ ലെങ്ത് വേണം. ഈ ലെങ്ത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഓക്കെ, അത് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? വിഡ്ത്ത് ഓഫ് എട്ട് സിൽ ലെവൽ L = 40 സെൻറ്റിമീറ്റർ, വിച്ച് ഈസ് ഈക്വൽ 0.4 മീറ്റർ.
ഇനി നമുക്ക് വിഡ്ത്ത് അറ്റ് ദ ഫുൾ സപ്ലൈ ലെവൽ, അതായത് ഇവിടെയാണ് ഇനി വേണ്ടത്, അതായത് ടി, അതാണ് നമുക്കിനി വേണ്ടത്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 2x+L ആണ് ഫോർമുല. ഓക്കെ, 2x+L. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്, അത് നമ്മൾ ഇതാണ്ട് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, 2 tan ആൽഫ എന്ന് പറയുന്നത് 0.2 ആണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് tan ആൽഫ എന്ന് പറയുന്നത് 0.1. ഓക്കെ, ഇപ്പോൾ ആൽഫ നമ്മൾ തീറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെ tan തീറ്റ എടുക്കുമ്പോൾ എന്താവും, എക്സ് ബൈ ഈ ഡിസ്റ്റൻസ് എക്സ് ബൈ 1.5 വിച്ച് ഈസ് ഈക്വൽ ടു 0.1. അതിൽ നിന്ന് നമുക്ക് എക്സ് ഈക്വൽ ടു 0.15 കിട്ടും. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × 15. ഓക്കെ, ഇതിപ്പോൾ സെൻറ്റിമീറ്ററിലാണ് ചെയ്തിരിക്കുന്നത്. 2 × 15 പ്ലസ് എൽ എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് വിഡ്ത്ത് അറ്റ് ഫുൾ സപ്ലൈ ലെവൽ ടി ഈസ് ഈക്വൽ ടു 0.7 മീറ്റർ കിട്ടും. അതാണ് ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സിൽ ലെവൽ, അതായത് ബെഡ് ലെവൽ അറ്റ് അപ്സ്ട്രീം. ഈ സിൽ ലെവൽ ഇതാണല്ലോ നമ്മുടെ സില്ലെന്ന് പറഞ്ഞാൽ, ഈ നോച്ചിൻ്റെ സില്ലെന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ തന്നെയാണ് നമ്മുടെ അപ്സ്ട്രീമിൻ്റെ ബെഡ് ലെവലും വരുന്നത്. അത് നമുക്കെന്താ, ഈ നോച്ചിൻ്റെ ട്രപസോയ്ഡൽ നോച്ച് ഫോളിൻ്റെ ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ PPT ഷെയർ ചെയ്തപ്പോഴത്തേക്ക് കുറേ ഫിഗേഴ്സൊക്കെ ഞാൻ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ സിൽ ലെവലിലൂടെയാണ് എന്താണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. ആ ലെവൽ അത് തന്നെ ആയിരിക്കും നമ്മുടെ ബെഡ് ലെവൽ എന്നും പറയുന്നത്. അതിൻ്റെ ആറിലാണ് തന്നിരിക്കുന്ന 10 മീറ്റർ. ഇത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഇവിടെ മെൻഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ലെങ്ത് ഓഫ് ദ ഡ്രോപ്പ് വാൾ ബിറ്റ്വീൻ ദ അബട്ട്മെൻറ്റ്സ്. അതായത് ഓക്കെ, ഞാനൊരു ഫിഗർ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാണ് നമ്മുടെ അബട്ട്മെൻറ്റ്സ്. അപ്പോൾ ഇതിന് ബിറ്റ്വീൻ ആയിട്ടാണ് എന്താണ് ഈ ഡ്രോപ്പ് വാൾ വരുന്നത്. ഇതാണ് നമ്മുടെ 2 നോച്ചസ്. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് ദ ഡ്രോപ്പ് വാൾ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഇത്രയാണ് ലെങ്ത് ഓഫ് ദ ഡ്രോപ്പ് വാൾ, അതായത് എത്രയാണ് നമ്മൾ ഡ്രോപ്പ് വാൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ ആ ലെങ്ത് ഓഫ് ദ ഡ്രോപ്പ് വാൾ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 7/8 ഓഫ് എ ബെഡ് വിഡ്ത്ത് അറ്റ് അപ്സ്ട്രീം. ഓൾസോ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ, ഇവിടെ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ, ഇവിടെ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ബെഡ് വിഡ്ത്ത് അറ്റ് അപ്സ്ട്രീം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഈക്വൽ ടു 7/8 ഓഫ് ബെഡ് വിഡ്ത്ത് അറ്റ് അപ്സ്ട്രീം ആണ് എടുക്കുന്നത്. ബെഡ് വിഡ്ത്ത് അറ്റ് അപ്സ്ട്രീം തന്നിട്ടുണ്ട് 6 ആണെന്നുള്ളത്. എവിടെ, അതാണ്ട് ഇവിടെ ബെഡ് വിഡ്ത്ത് ഈക്വൽ ടു 6 മീറ്റർ ആണ് അപ്സ്ട്രീമിൽ തന്നിരിക്കുന്നത്, 6 മീറ്റർ. ഓക്കെ, ബെഡ് വിഡ്ത്തിൽ ഡിപ്പെൻഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ലെങ്ത് ഓഫ് ദ ഡ്രോപ്പ് വാൾ എന്ന് പറയുന്നത് 7/8 ടൈംസ് ദ ബെഡ് വിഡ്ത്ത് അറ്റ് ദ അപ്സ്ട്രീം ആണ്, അപ്സ്ട്രീമിലാണ് വരുന്നത്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 5.25. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ദ ഡ്രോപ്പ് വാൾ 5.25 ആണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ അതും കാൽക്കുലേറ്റ് ചെയ്ത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് പ്രൊഫൈൽ ഓഫ് ദ ഡ്രോപ്പ് വാൾ. ഈ പ്രൊഫൈൽ ഓഫ് ദ ഡ്രോപ്പ് വാൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ്. തിക്നെസ് ഓഫ് ദ ഡ്രോപ്പ് വാൾ അറ്റ് ദ സില്ലാണ്, അതേപോലെ ഹൈറ്റ് ഓഫ് ദ ഡ്രോപ്പ് വാൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ബേസ് വിഡ്ത്ത് ഓഫ് ദ ഡ്രോപ്പ് വാളും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ ഡ്രോപ്പ് വാൾ അറ്റ് ദ സില്ല്. ഇവിടെ എന്താ പറയുന്നത്, തിക്നെസ് ഓഫ് ദ ഡ്രോപ്പ് വാൾ അറ്റ് എ സിൽ ഈസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ മോർ ദാൻ ദ ലെങ്ത് ഓഫ് ദ നോച്ച് പിയർ. അതായത് ഇതാണല്ലോ നമ്മുടെ ഡ്രോപ്പ് വാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോപ്പ് വാളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ കാണാൻ ഒക്കത്തില്ല. ഓക്കെ, ഇവിടെ കാണാൻ ഒക്കത്തില്ല. ഇവിടെ അതായത് നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഇതിൻ്റെ തിക്നെസ് കാണാൻ ഒക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആ തിക്നെസ്സാണ് ഓഫ് എ ഡ്രോപ്പ് വാൾ അറ്റ് എ സില്ലെന്ന് പറയുന്നത്. അതായത് സില്ലെന്ന് പറയുന്നത് ഏത് പോർഷൻ, ഈ പോർഷനാണ്. ഇതാണ് സില്ലെന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തേതെന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ മോർ ദാൻ ദ ലെങ്ത് ഓഫ് ദ നോച്ച് പിയർ. ഓക്കെ, സിൽ ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതല്ല കേട്ടോ, ഇതാണ് സിൽ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്, ഇതെന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ലെവലാണ്. ഇതാണ് പറയുന്നത് ഫൗണ്ടേഷൻ ലെവൽ, ഇതാണ് സിൽ ലെവൽ. അതായത് ഈ പോർഷനിലുള്ള ഈ സിൽ ലെവലിലെ പോർഷനിലുള്ള ഡ്രോപ്പ് വാളിൻ്റെ തിക്നെസ് ആണ് ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെങ്ത് ഓഫ് ദ നോച്ച് പിയർ എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് ഹാഫ് ടൈംസ് ദ FSD അറ്റ് അപ്സ്ട്രീം. ഹാഫ് ടൈംസ് എന്ന് പറയുന്നത് 0.5 × 1.5 ഇത് തന്നിട്ടുണ്ട്. ഫുൾ സപ്ലൈ ഡെപ്ത് 1.5 ആണ്. അപ്പോൾ നെക്സ്റ്റ് തിക്നെസ് ഓഫ് ദ ഡ്രോപ്പ് വാൾ എന്ന് പറയുന്നത് എന്താ, 15 സെൻറ്റിമീറ്റർ മോർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പ്ലസ് 15 സെൻറ്റിമീറ്റർ മോർ, അതായത് ഇവിടെ ഇപ്പോൾ മീറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, 0.15 വിച്ച് ഇസ് ഈക്വൽ ടു 0.9 മീറ്റർ ആണ് കിട്ടുന്നത്, വിച്ച് ഇസ് നിയർലി ഈക്വൽ ടു 1 മീറ്റർ. അതാണ് തിക്നെസ് ഓഫ് ദ ഡ്രോപ്പ് വാൾ അറ്റ് എ സിൽ ലെവൽ. ഓക്കെ, അപ്പോൾ നമുക്ക് തിക്നെസ് കിട്ടി. ഇനി നെക്സ്റ്റ് ഹൈറ്റ് ഓഫ് ദ ഡ്രോപ്പ് വാൾ ആണ് വേണ്ടത്. ഞാനൊരു ഫിഗർ കാണിച്ചു തരാം. ഈ ഫിഗർ കണ്ടോ, ഇതാണല്ലോ നമ്മുടെ സിൽ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ സിൽ ലെവലിൻ്റെ ഡ്രോപ്പ് വാളിൻ്റെ തിക്നെസ് ആണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത 1 മീറ്റർ. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഹൈറ്റ് ഓഫ് ദ ഡ്രോപ്പ് വാൾ 2.4 മീറ്റർ എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ള ഈ ഹൈറ്റാണ് ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ് ഓഫ് ദ ഡ്രോപ്പ് വാൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡെപ്ത് ഓഫ് ദ വാട്ടർ ക്യൂഷൻ. ഡെപ്ത് ഓഫ് ദ വാട്ടർ ക്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇതാണ് വാട്ടർ ക്യൂഷൻ. അതായത് ഇവിടുന്ന് കുറച്ച് റേസ് ആയിട്ടുണ്ട് ഈ ലെവൽ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ വരയ്ക്കുവാണെങ്കിൽ ഈ ഡെപ്താണ് വാട്ടർ ക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ വാട്ടർ ക്യൂഷനിൽ ഡിപ്പെൻഡ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ D1 ഇപ്പോൾ ഒരു ഫോമുല ഉണ്ട്, എക്സ് പ്ലസ് D1 ഈസ് ഈക്വൽ ടു 0.9 ഇൻറ്റു DC ഇൻറ്റു √h എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ D1 എന്ന് പറയുന്നത് ഫുൾ സപ്ലൈ ഡെപ്ത് ഓഫ് ദ ചാനൽ ഡൗൺ സ്ട്രീം ഓഫ് ദ ഡ്രോപ്പ് വിച്ച് ഈസ് ഈക്വൽ ടു 1.5 മീറ്റർ. ഓക്കെ, ഈ ഹൈറ്റ് ഓഫ് ദ ഡ്രോപ്പ് വാൾ എന്ന് പറയുന്നത് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ അപ്സ്ട്രീമിൻ്റെയും ഡൗൺ സ്ട്രീമിൻ്റെയും ഫുൾ സപ്ലൈ ഡെപ്ത് ഇല്ലെങ്കിൽ വാട്ടർ ഡെപ്തിലാണ് ഈ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ D1 എന്ന് പറയുന്നത് എന്താ? ഫുൾ സപ്ലൈ ഡെപ്ത് ഓഫ് ദ ചാനൽ ഡൗൺ സ്ട്രീം ഓഫ് ദ ഡ്രോപ്പ് വിച്ച് ഈസ് ഈക്വൽ ടു 1.5 മീറ്റർ. അതായത് ഇവിടെ ഡൗൺ സ്ട്രീം ഓഫ് ദ ഡ്രോപ്പ്, ഈ ഡ്രോപ്പിൻ്റെ ഡൗൺ സ്ട്രീം ആയിട്ട് വരുന്നത് അതായത് 9.5 മൈനസ് 8, അപ്പോൾ 1.5. ഈ ഡെപ്താണ് ഈ D1 എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് H എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഡ്രോപ്പ്, അതായത് ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അപ്സ്ട്രീം ആൻഡ് ദ ഡൗൺ സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ. ഇവിടെ അപ്സ്ട്രീമിൻ്റെ ഫുൾ സപ്ലൈ ലെവൽ എത്രയാണ്? 11.5ഉം അതേപോലെ ഡൗൺ സ്ട്രീമിൻ്റെ ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറയുന്നത് 9.5ഉം. ഓക്കെ, അപ്പോൾ 11.5 മൈനസ് 9.5 എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അതാണ് 2 മീറ്റർ. ഇതാണ് ഹൈറ്റ് ഓഫ് എ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അതായത് എത്ര ഹൈറ്റിലാണ് ഡ്രോപ്പ് വരുന്നത്, മനസ്സിലായോ? അതായത് വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഹൈറ്റാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ DC എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ദ വാട്ടർ ഇൻ ദ ചാനൽ അപ്സ്ട്രീം ഓഫ് ദ ഫ്ലോർ. അതേപോലെ തന്നെ അപ്സ്ട്രീമിലെ ഫ്ലോർ അതായത് DC, അതായത് ഫുൾ സപ്ലൈ ലെവലും അപ്സ്ട്രീമിൻ്റെ ബെഡ് ലെവലും തമ്മിലുള്ള ആ ഹൈറ്റ് 11.5ഉം 10ഉം. ഇവിടെയും 1.5 ആണ് DCയും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം വാല്യൂസും നമുക്ക് കിട്ടി. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് x ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത്. x ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹൈറ്റ് ഓഫ് വാട്ടർ ക്യൂഷനിങ് ആണ്. അതാണ് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, അതായത് ഈ ഹൈറ്റാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്, x ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി എന്താ വേണ്ടത്? നമുക്കിനി ഹൈറ്റ് ഓഫ് ദ ഡ്രോപ്പ് വാൾ ആണ് വേണ്ടത്. സോ ദ വാട്ടർ ക്യൂഷനിങ് മേ ബി കെപ്റ്റ് അറ്റ് 40 സെൻറ്റിമീറ്റർ ബിലോ ദ ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ ഓഫ് ദ ചാനൽ. അതായത് ഇവിടെ ഇതാണ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ. ഓക്കെ, ഡൗൺ സ്ട്രീം ബെഡ് ലെവലിൻ്റെ ഇത് എത്രയാണ്? 8 ആണ്. ഓക്കെ, അപ്പോൾ ടോപ്പ് ലെവൽ ഓഫ് ദ സോളിഡ് ഏപ്രൺ ഈസ് ഈക്വൽ ടു 7.6 മീറ്ററും അതേപോലെ ടോപ്പ് ലെവൽ ഓഫ് ദ ഡ്രോപ്പ് വാൾ എന്ന് പറയുന്നത് 10 മീറ്ററും. അതായത് നമുക്ക് ഈ ലെവൽ എത്രയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ഈ ഹൈറ്റ് ഡ്രോപ്പ് വാളിൻ്റെ ഹൈറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ലെവൽ എങ്ങനെ കിട്ടും? ഈ ലെവൽ നമുക്കറിയാം, ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ നമുക്കറിയാം 8 ആണ്. 8 മൈനസ് ഈ 40 സെൻറ്റിമീറ്റർ അതായത് 0.4 മീറ്റർ. 8 മൈനസ് 0.4 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഈ ലെവൽ കിട്ടും 7.6. ഇനി നമുക്ക് ഈ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ഈ ലെവൽ മൈനസ് ഈ ലെവൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഹൈറ്റ് കിട്ടും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഡ്രോപ്പ് വാൾ എന്ന് പറയുന്നത് 10 മൈനസ് 7.6 വിച്ച് ഈസ് ഈക്വൽ ടു 2.4 മീറ്റർ. ഇങ്ങനെയാണ് ഹൈറ്റ് ഓഫ് എ ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഹൈറ്റ് ഓഫ് എ ഡ്രോപ്പ് വാൾ. ഈ ലെവൽ എന്ന് പറയുന്നത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, അപ്സ്ട്രീം ബെഡ് ലെവൽ 10 എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ബേസ് വിഡ്ത്ത് ഓഫ് ദ ഡ്രോപ്പ് വാൾ എന്ന് പറയുന്നത്. ബേസ് വിഡ്ത്ത് ഓഫ് ദ ഡ്രോപ്പ് വാൾ എന്ന് പറയുന്നത് ഇതാണ്. ഈ വിഡ്ത്താണ് ഈ ബേസ് വിഡ്ത്ത് ഓഫ് ദ ഡ്രോപ്പ് വാൾ എന്ന് പറയുന്നത്. അതായത് ഈ ഫിഗറിൽ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കുവാകുമ്പോഴത്തേക്ക് ഈ ഫൗണ്ടേഷൻ ലെവൽ ഉണ്ടല്ലോ, ഈ ലെവൽ ഇവിടുത്തെ തിക്നെസ് ആണ് നോക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ തിക്നെസ്, ഈ ലെവലിൻ്റെ തിക്നെസ്, അതാണ് വിഡ്ത്ത് എന്ന് പറയുന്നത്, ബേസ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവിടെ ബേസ് വിഡ്ത്തിൻ്റെ ഫോർമുല തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു h+d ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് റോ. ഓക്കെ, ഇവിടെ h എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ദ ഡ്രോപ്പ് ഫോൾ ഫ്രം ദ സിൽ ടു ദി ഏപ്രൺ. അതിപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത 2.4 മീറ്റർ. ഓക്കെ, പിന്നെ സ്മോൾ d എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ദ വാട്ടർ ഫ്ലോയിങ് ഓവർ, അതായത് ആ ഡ്രോപ്പ് വാളിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന ആ ഹൈറ്റ് ഉണ്ടല്ലോ, ഡെപ്ത് ഓഫ് ദ വാട്ടർ, അതായത് അപ്സ്ട്രീം വാട്ടർ ഡെപ്ത് എത്രയായിരുന്നതു? അത് 1.5. ഓക്കെ, ഈ ഹൈറ്റാണ് അത് 1.5 മീറ്റർ. പിന്നെ റോ എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മേസൺറി 2.25 അസ്യൂം ചെയ്യുക. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദി ഡ്രോപ്പ് വാൾ അറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്കപ്പോൾ 2.6 മീറ്റർ കിട്ടും. ഇതാണ് ബേസ് വിഡ്ത്ത് ഓഫ് എ ഡ്രോപ്പ് വാൾ. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 2.6 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ഹൊറിസോണ്ടൽ ഫ്ലോർ ഓഫ് ദ വാട്ടർ ക്യൂഷൻ. അതായത് വാട്ടർ ക്യൂഷൻ എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയാണ്, അതാണ് ഹൊറിസോണ്ടൽ ഫ്ലോർ ഓഫ് വാട്ടർ ക്യൂഷനിങ് എന്ന് പറയുന്നത്. അതായത് LSA = 5 മീറ്റർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഈ ലെങ്ത് ആണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ലെങ്ത് ഓഫ് ദ സോളിഡ് ഓഫ് ഏപ്രൺ LSA ഈസ് ഈക്വൽ ടു 2DC പ്ലസ് 2 ടൈംസ് ഓഫ് റൂട്ട് ഓഫ് DC ഇൻറ്റു H ആണ്, വിച്ച് സബ്ജക്ട് ടു എ മിനിമം ഓഫ് 1.5 പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് DC പ്ലസ് H. മിനിമം ആണ് എടുക്കുന്നത്. അപ്പോൾ മിനിമം ഫോമുല കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ LSA ഈക്വൽ ടു ഈ ഫോമുല എടുക്കുക. ഇവിടെ 2 ഈക്വൽ DC എന്ന് പറയുന്നത് നമുക്കറിയാം 1.5, അതേപോലെ H എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു 4.96 നിയർലി ഈക്വൽ ടു 5 മീറ്റർ ആയിട്ട് എടുക്കുക. ഈ 2 എന്ന് പറയുന്നത് ഏതാണ്? അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും തമ്മിലുള്ള ആ ഫ്ലോയിൻ്റെ ഡിഫറൻസ് ആണ്, ലെവലിൻ്റെ ഡിഫറൻസ് ആണ് ഈ 2 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 11.5ഉം 9.5ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ആണ് തിക്നെസ് ഓഫ് ദ സോളിഡ് ഏപ്രൺ. അതായത് ഈ തിക്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് 1 മീറ്റർ. അതെങ്ങനെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ തിക്നെസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അപ്ലിഫ്റ്റ് പ്രഷർ. ദ അപ്ലിഫ്റ്റ് ഈസ് മാക്സിമം അറ്റ് ദ ടോ ഓഫ് ദ ഡ്രോപ്പ് വാൾ വെൻ ദ കാനൽ ഈസ് ഫുൾ. അതായത് കാനൽ ഫുള്ളി റൺ ആകുമ്പോഴത്തേക്ക് ഈ പാർട്ടിലാണ്, ഡ്രോപ്പിൻ്റെ ടോ പാർട്ടിലാണ് അപ്ലിഫ്റ്റ് പ്രഷർ മാക്സിമം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ മിനിമം തിക്നെസ് നമുക്ക് എത്ര പ്രൊവൈഡ് ചെയ്യാം? റൂട്ട് ഓഫ് DC പ്ലസ് H ഡിവൈഡഡ് ബൈ 2. DC എന്ന് പറയുന്നത് 1.5, H എന്ന് പറയുന്നത് 2, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മിനിമം തിക്നെസ് നമുക്ക് 0.935 കിട്ടും, വിച്ച് ഇസ് നിയർലി ഈക്വൽ ടു 1 മീറ്റർ. അതാണ് ഇവിടെ കാൽക്കുലേറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ 2.6 കിട്ടി, LSA കിട്ടി, അതേപോലെ 1 മീറ്റർ കിട്ടി. പിന്നെ ഇവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ഈ പ്രൊജക്ഷൻ നമ്മൾ 0.3 മീറ്റർ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് 0.3 ആയിട്ട് പ്രൊവൈഡ് ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് ആണ് ചെക്ക് ഫോർ ദ തിക്നെസ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ തിക്നെസ് ഉണ്ടല്ലോ 1 മീറ്റർ, അതിന് നമ്മൾ ആ സോളിഡ് ഏപ്രണിൻ്റെ തിക്നെസ് 1 മീറ്റർ അതിന് വേണ്ടി ചെക്ക് ചെയ്യുവാണ്. ഓക്കെ, കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഡിഫറൻസ് ഇൻ ദ വാട്ടർ ലെവൽ ബിറ്റ്വീൻ ദ അപ്സ്ട്രീം ആൻഡ് ദ ഡൗൺ സ്ട്രീം ഓഫ് ദ ബോഡി വാൾ എന്ന് പറയുന്നത് 11.5 മൈനസ് 9.5 2, അത് നമുക്കറിയാം. നൗ അസ്യൂമിങ് ദ സേഫ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഈക്വൽ ടു 1/4. ഓക്കെ, അപ്പോൾ H1/L1 എന്നാണ് നമ്മുടെ സേഫ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ H1/L1 ഈസ് ഈക്വൽ ടു 1/4 അസ്യൂം ചെയ്യുവാണെങ്കിൽ ഇവിടെ H1 എന്ന് പറയുന്നതാണ് L1/4. ഓക്കെ, അപ്പോൾ H1 എന്ന് പറയുന്നത് എന്താ? ഹെഡ് ലോസ് അപ് ടു ദ ബോഡി വാൾ. അതായത് നമ്മുടെ ബോഡി വാൾ ഉണ്ടല്ലോ, ഈ ബോഡി വാളിന് വരെ ഉള്ളത്, ഇവിടം വരെ ഉള്ള ഹെഡ് ലോസ് ആണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു L1/4. അപ്പോൾ L1 എന്ന് പറയുന്നത് ഹെഡ് ലോസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇവിടം തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. 2.4. ഓക്കെ, അതാണ് ഈ റെഡ് മാർക്ക് ഞാൻ കാണിച്ചിരിക്കുന്നത്. 2.4 പ്ലസ് 1 പ്ലസ് 0.3 പ്ലസ് 2.6. ഓക്കെ, പ്ലസ് 0.3, വീണ്ടും ഒരു 0.3, ഇങ്ങോട്ടും കൂടെ ഒരു 0.3 ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. 2.4 പ്ലസ് 1 പ്ലസ് 0.3 പ്ലസ് 2.6 പ്ലസ് 0.3 ഡിവൈഡഡ് ബൈ 4. അങ്ങനെ നമുക്ക് ഹെഡ് ലോസ് അപ് ടു ബോഡി വാൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് റെസിഡ്യുവൽ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ 2 ഉണ്ടല്ലോ, ഈ 2 മൈനസ് 1.575 ചെയ്യുക. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. പിന്നെ തിക്നെസ് എന്ന് പറയുന്നത് H ഡിവൈഡഡ് ബൈ GC മൈനസ് 1, വിച്ച് ഈസ് ഈക്വൽ ടു ഇത് ഡിവൈഡഡ് ബൈ 2.25 എന്ന് പറയുന്ന സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കോൺക്രീറ്റ് ആണ്. ഓക്കെ, 2.25 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 0.34 മീറ്റർ കിട്ടും. അതേപോലെ തന്നെ നെക്സ്റ്റ് ലെങ്ത് ഓഫ് ദ സോളിഡ് ഏപ്രൺ പ്രൊവൈഡഡ് നമുക്കറിയാം 5 മീറ്റർ ആണ് LSA എന്ന് പറയുന്നത്. അതേപോലെ ഹെഡ് ലോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ സോളിഡ് ഏപ്രൺ, അതായത് അറ്റ് ദ എൻഡ് ഓഫ്, ഇപ്പം നമ്മൾ ഇവിടെ വരെ കാൽക്കുലേറ്റ് ചെയ്തത് അറ്റ് ബോഡി വാൾ മാത്രമാണ്. ഇനി നെക്സ്റ്റ് ഹെഡ് ലോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ സോളിഡ് ഏപ്രൺ, അറ്റ് ദ എൻഡ് ഓഫ് ദ സോളിഡ് ഏപ്രൺ എന്ന് പറയുമ്പോൾ ഇവിടം വരെ. അപ്പോൾ ഇവിടം വരെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എടുത്ത ഡിസ്റ്റൻസ് ഇത്രയും. ഓക്കെ, പ്ലസ് ഈ 5ഉം കൂടെ ചെയ്യുക. അതാണ് ഈ എഴുതിയിരിക്കുന്ന L2/4 എന്ന് പറയുന്നത്. അപ്പോൾ ഈ L1, ഈ കാൽക്കുലേറ്റ് ചെയ്ത് ഈ L1 പ്ലസ് 5ഉം കൂടെ ചെയ്യുമ്പോൾ L2 ആവും. അത് ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 2.825 കിട്ടും. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ചെയ്യുന്ന റെസിഡ്വൽ അപ്ലിഫ്റ്റ് എന്ന് പറയുന്നത് 2 മൈനസ് ഈ വാല്യൂ, അപ്പോൾ നമുക്ക് മൈനസ് 0.825 ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് മൈനസ് നെഗറ്റീവ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? ഓൾ ദ അപ്ലിഫ്റ്റ് പ്രഷർ ഇസ് ഡിസ്ട്രോയ്ഡ് ആൻഡ് സോ പ്രൊവൈഡ് എ മിനിമം തിക്നെസ് ഓഫ് 1 മീറ്റർ. അപ്പോൾ നെഗറ്റീവ് സൈൻ വന്നതുകൊണ്ട് ഇവിടെ അപ്ലിഫ്റ്റ് പ്രഷർ ഒന്നും ഇല്ല, എല്ലാം എലിമിനേറ്റ് ആയിട്ടുണ്ട്, ഡിസ്ട്രോയ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിനിമം തിക്നെസ് ഓഫ് 1 മീറ്റർ പ്രൊവൈഡ് ചെയ്യാം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ ഈ ചെക്ക് ഓഫ് ദ തിക്നെസ് ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, പക്ഷേ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 7, അതായത് നോച്ചസ് ആൻഡ് ദ നോച്ച് പിയർ. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര നമ്പർ ഓഫ് നോച്ചസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, നമ്പർ ഓഫ് നോച്ചസും അതേപോലെ എത്ര നമ്പർ ഓഫ് നോച്ചസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്, 2 നോച്ചസ് ആണെന്ന്. പക്ഷേ അതെങ്ങനെ ഡിസൈൻ ചെയ്യണം, അതിൻ്റെ വിഡ്ത്തും അതേപോലെ അതിൻ്റെ ബേസ് വിഡ്ത്തും അതേപോലെ അതിൻ്റെ ടോപ്പ് വിഡ്ത്തുമാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, സിൽ ഓഫ് ദ നോച്ചസ് ഷുഡ് ബി അറ്റ് ദ ബെഡ് ലെവൽ ഓഫ് ദ കാനൽ അപ്സ്ട്രീം. ഇതെല്ലാം നിങ്ങൾക്ക് എന്താ പറയുക, ഇമാജിൻ ചെയ്താലേ നിങ്ങൾക്ക് ഇതെല്ലാം ഈ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഇമാജിനേഷൻ ഇല്ലെങ്കിൽ ഇത് ഭയങ്കര പാടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. ദ സിൽ ഓഫ് ദ നോച്ചസ്, നോച്ച് എവിടെ ആയിരിക്കും നിങ്ങൾക്കറിയാം. നോക്ക്, ഇതാണ് നോച്ചസ് അല്ലേ. അപ്പോൾ ഈ നോച്ചസിൻ്റെ സില്ലെന്ന് പറയാൻ, ഇത് നോച്ചെന്ന് പറയുമ്പോഴത്തേക്ക് നോച്ചിൻ്റെ സില്ലെന്ന് പറയുന്നത് ഇവിടെയാണ് ആണല്ലോ. അപ്പോൾ ഇവിടുന്നാണ് എന്താ പറയുക വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ പറയുമ്പോൾ ഇതായിരിക്കും നമ്മുടെ അപ്സ്ട്രീമിൻ്റെ ബെഡ് ലെവൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്സ്ട്രീമിൻ്റെ ബെഡ് ലെവൽ ഇവിടെ ആയിരിക്കും. അപ്പോൾ മനസ്സിലായോ? അതാണ് ഈ പറയുന്നത്. The sill of the notches should be at the bed level of the channel upstream. Okay, but the two notches design were arranged in the notch pier over the body wall. The top of the notch pier is kept at the full supply level. ഈ നോച്ച് പിയർ എന്ന് പറയുന്നത് എന്താണ്, ഈ രണ്ട് നോച്ചസ്, ഇപ്പം നമ്മൾ രണ്ട് നോച്ചസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് നോച്ചസ് സപ്പോർട്ട് ചെയ്യുന്ന സാധനം ഇതാണ് പിയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ നോച്ച് പിയറിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ നോച്ച് പിയറിൻ്റെ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് ഇവിടെ ആണല്ലോ. ഇതെന്ന് പറയുന്നത് എന്താ, ഇതാണ് നമ്മുടെ ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറയുന്നത്. അതാണ് ഈ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ടോപ്പ് ഓഫ് ദ നോച്ച് പിയർ ഈസ് കെപ്റ്റ് അറ്റ് ഫുൾ സപ്ലൈ ലെവൽ. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദ നോച്ച് പിയർ എന്ന് പറയുന്നത് എന്താ, വിഡ്ത്ത് ഓഫ് ദ നോച്ച് പിയർ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ വരും. അത് നമുക്ക് കാണാൻ നോക്കത്തില്ല. മനസ്സിലായോ? ടോപ്പ് വ്യൂവിൽ നോക്കിയാൽ നമുക്ക് ഈ ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് അറിയാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ അതാണ് ഈ പറയുന്നത്. വിഡ്ത്ത് ഓഫ് ദ നോച്ച് പിയർ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദ ഫുൾ സപ്ലൈ ഡെപ്ത് ഓഫ് അറ്റ് അപ്സ്ട്രീം സൈഡ്. ഓക്കെ, അപ്പോൾ അത് ഹാഫ് ഓഫ് എ ഫുൾ സപ്ലൈ ഡെപ്ത് എന്ന് പറയുന്നത് 1.5 വിച്ച് ഇസ് ഈക്വൽ ടു 0.75 വിച്ച് ഇസ് നിയർലി ഈക്വൽ ടു 85 സെൻറ്റിമീറ്റർ എടുക്കുക. ഓക്കെ, 85 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ 85 സെൻറ്റിമീറ്റർ ഇതാണ്ട് ഇവിടെ ഉണ്ട്. പ്ലാൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇത് മനസ്സിലായോ? ഇത് ഈ 1 മീറ്റർ എന്താണ്, ടോപ്പ് വിഡ്ത്ത് ഓഫ് ദി ഡ്രോപ്പ് വാൾ. ഇതിപ്പം ടോപ്പ് വ്യൂ ആയിട്ട് നിങ്ങൾ നോക്കുക, ഇമാജിൻ ചെയ്യുക. ടോപ്പ് വ്യൂ ആയിട്ട്, അങ്ങനെ ടോപ്പ് വ്യൂ ആയിട്ട് ഇമാജിൻ ചെയ്യുമ്പോൾ ഇതായിരിക്കും നമ്മുടെ പിയർ, നോച്ചിൻ്റെ പിയർ വരുന്നത്. അതിൻ്റെ വിഡ്ത്താണ് ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 85 സെൻറ്റിമീറ്റർ. പിന്നെ ഇതാണ് നമ്മുടെ നോച്ച് എന്ന് പറയുന്നത്. മനസ്സിലായി? നോച്ചിൻ്റെ ഡയമെൻഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 70 സെൻറ്റിമീറ്ററും പിന്നെ 40 സെൻറ്റിമീറ്ററും. അതായത് ഇവിടുന്ന് ഇവിടം വരെ 70യും ഇവിടുന്ന് ഇവിടം വരെ 40യും. മനസ്സിലായോ? ഈ പോർഷൻ അങ്ങ് താഴെയാണെന്ന് വിചാരിച്ചോണം. ഇതിങ്ങനെ മേളിലോട്ട് വരുന്നതാണെന്ന് വിചാരിച്ചോണം. മനസ്സിലായോ? അതായത് ട്രപ്പിസോയിഡൽ ഷേപ്പ്. അങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ താഴത്തെ ഇതാണ് ഈ 40 സെൻറ്റിമീറ്ററും മേളിലത്തെ ഡയമെൻഷനാണ് ഈ 70 സെൻറ്റിമീറ്ററും. പിന്നെ ഈ താഴത്തെ സിൽ ലെവലിലാണ് ഈ കാണിച്ചിരിക്കുന്ന ഒരു പ്രൊജക്ഷൻ. ഇതിനെയാണ് ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലിപ്പ് എന്ന് പറയുന്നത് അതിനാണ്. ഓക്കെ, നമ്മൾ എക്സ്ട്രാ പ്രൊജക്ഷൻ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, വാട്ടർ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്ലാൻ. ഇനി നെക്സ്റ്റ് ആണ് ഡിസൈൻ ഓഫ് ദ പ്രൊട്ടക്ഷൻ വർക്ക്സ്. ഇനി നമ്മൾ അതായത് ഈ ഡ്രോപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അബട്ട്മെൻറ്റും അതേപോലെ വിങ് വാൾസ്, റിട്ടേൺ വാൾസ് ഒക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇനി ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കാണിച്ചിരിക്കുന്ന ഫിഗർ. ഇതാണ് നമ്മുടെ അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഡ്രോപ്പ് വാൾ, ഈ ഇവിടെ ഡോട്ട് ലൈൻസ് കാണിച്ചിട്ടുള്ള ഡ്രോപ്പ് വാൾ. ഇതെന്ന് പറയുന്നതാണ് AB, BC, CD, DE. ഓക്കെ, ഇവിടെ AB ആൻഡ് CD എന്ന് പറയുന്നതാണ് വിങ് വാൾസ്. അതേപോലെ തന്നെ BC എന്ന് പറയുന്നത് അബട്ട്മെൻറ്റും DE എന്ന് പറയുന്നത് റിട്ടേൺ വാളും. ഓക്കെ, ഇവിടെ കണ്ടു 2.6 മീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ലെങ്ത് ആണ്. ഇതാണ് അബട്ട്മെൻറ്റിൻ്റെ ലെങ്ത് ആണ് ഈ 2.6 എന്ന് പറയുന്നത്. ഓൾസോ വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു ദ വിഡ്ത്ത് ഓഫ് ദ ഡ്രോപ്പ് വാൾ. മനസ്സിലായി? നമ്മൾ ഇതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇത് അങ്ങോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മുടെ ഡ്രോപ്പ് വാളൊക്കെ ഇങ്ങോട്ടാണ് വരുന്നത്. ഇത് നമ്മൾ ഒരു എൻഡിൽ നിന്ന് സൈഡ് വ്യൂ ആയിട്ടാണ് കാണുന്നത്. മനസ്സിലായോ? ഒരു എൻഡിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അന്നേരമാണ് നമുക്ക് ഈ അബട്ട്മെൻറ്റ് കാണുന്നത്. പക്ഷേ ഇവിടെ ഡ്രോപ്പ് വാൾ നമുക്ക് കാണത്തില്ല. അതുകൊണ്ടാണ് ഈ ഡോട്ടഡ് ലൈൻസിൽ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇതിപ്പം അതായത് ലെങ്ത്ത്, ഇതിപ്പം വിഡ്ത്ത് പറഞ്ഞിട്ടുണ്ട് 2.6. ഓക്കെ, ഇനി നമുക്ക് അബട്ട്മെൻറ്റ് BCയുടെ നോക്കാം. ഓക്കെ, ഇവിടെ ലെങ്ത് ഓഫ് ദ അബട്ട്മെൻറ്റ് BC മേ ബി കെപ്റ്റ് ആസ് സെയിം ആസ് ദ വിഡ്ത്ത് ഓഫ് ദ ഡ്രോപ്പ് വാൾ അറ്റ് ഫൗണ്ടേഷൻ. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യമാണ് 2.6 മീറ്റർ. ഓക്കെ, പിന്നെന്ന് പറയുന്നത് ടോപ്പ് ലെവൽ ഓഫ് ദ അബട്ട്മെൻറ്റ് ഇസ് കെപ്റ്റ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ബാങ്ക് ലെവൽ. അതായത് ടോപ്പ് ഓഫ് ദ ബാങ്ക് ലെവൽ അറ്റ് അപ്സ്ട്രീം ഇസ് ഈക്വൽ ടു 12.5. ഈ അബട്ട്മെൻറ്റിൻ്റെ ടോപ്പ് ലെവൽ ഉണ്ടല്ലോ. ഓക്കെ, അതായത് ഈ അബട്ട്മെൻറ്റിൻ്റെ ഇതാണല്ലോ അബട്ട്മെൻറ്റിൻ്റെ ടോപ്പ് ലെവൽ. അപ്പോൾ ഈ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് ബാങ്ക് ലെവലിലാണ് വെച്ചിരിക്കുന്നത്. അത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് എന്താ, ടോപ്പ് ഓഫ് എ ബാങ്ക് എന്ന് പറയുന്നത് 2 മീറ്റർ വൈഡ് അറ്റ് RL 12.5 മീറ്റർ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
12.5 meter. പിന്നെ the abutment will rest on a foundation of a concrete 1 meter thick. ഇപ്പം നമ്മൾ 1 meter thick ആയിട്ട് കൺസിഡർ ചെയ്യുക. അതായത് എവിടെ ഫൗണ്ടേഷൻ ലെവൽ, എബട്ട്മെൻറ്റിൻ്റെ ഫൗണ്ടേഷൻ എവിടെ വരുന്നത്? എബട്ട്മെൻറ്റും ഈ പോർഷൻ തന്നെയാണല്ലോ വരുന്നത്. ഈ ഡ്രോപ്പ് വാളിൻ്റെ അതേ ഫൗണ്ടേഷനിലായിരിക്കും എബട്ട്മെൻറ്റും റെസ്റ്റ് ആവുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് നമ്മൾ 1 meter ആയിട്ട് തന്നെ കൊടുക്കുക, അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഫൗണ്ടേഷൻ ഓഫ് എബട്ട്മെൻറ്റ് വിൽ ബി ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ഡ്രോപ്പ് വാൾ. ഞാനിപ്പോൾ പറഞ്ഞു തന്നെ ആ ഫൗണ്ടേഷനിൽ തന്നെ ആയിരിക്കും എന്താ ഡ്രോപ്പ് വാളിൻ്റെയും ഫൗണ്ടേഷൻ്റെ കണ്ടിന്യൂവേഷൻ വരുന്നത്. ഓക്കെ. അപ്പോൾ ഫൗണ്ടേഷൻ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് 7.6. സെയിം കണ്ടീഷൻ ഇവിടെ നമ്മളിപ്പം ഇതാണ് ഫൗണ്ടേഷൻ ലെവലായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എബട്ട്മെൻറ്റിൻ്റെ ഫൗണ്ടേഷൻ ലെവൽ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് എത്ര വരും? 7.6 തന്നെയാണ് വരുന്നത്. ഓക്കെ, അതാണ് 7.6. പിന്നെ ഹൈറ്റ് ഓഫ് ദ എബട്ട്മെൻറ്റ് വാൾ എന്ന് പറയുന്നത് അപ്പോൾ എന്തുവാ? അതിൻ്റെ ടോപ്പ് ലെവൽ, എബട്ട്മെൻറ്റിൻ്റെ ടോപ്പ് ലെവലും പിന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ ലെവലും സബ്ട്രാക്ട് ചെയ്യുക. 12.5 മൈനസ് 7.6 അതായിരിക്കും നമ്മുടെ ഹൈറ്റ് ഓഫ് ദ എബട്ട്മെൻറ്റ് അവിടെ കിട്ടുന്നത്. മനസ്സിലായ? ബി സി എബട്ട്മെൻറ്റ് ആണ്. പിന്നെ ബേസ് വിഡ്ത്ത്, അവിടുത്തെ ബേസ് വിഡ്ത്തിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 0.4 ഇൻറ്റു H, 0.4 ഇൻറ്റു ഈ ഹൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നിയർലി ഈക്വൽ ടു 2 മീറ്റർ കിട്ടും. അതാണ് ഈ ഫിഗറിൽ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് 2 മീറ്ററും ഇതാണ് ലെവൽ 7.6ഉം. ഇതിപ്പോൾ 6.6 എന്ന് വെച്ചാൽ ഈ ഫൗണ്ടേഷൻ്റെ തിക്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ താഴെ 6.6 കൊടുത്തിരിക്കുന്നത്. ഇത് 12.5ഉം ഇതാണ് ഹൈറ്റ് 4.9 മീറ്റർ. ഇത് 0.5 മീറ്റർ കൊടുക്കുക. ഓക്കെ, അത് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണ്, നമ്മൾ ടോപ്പ് വിഡ്ത്ത് ഇങ്ങനെ കൊടുക്കുകയാണ്, നമ്മുടെ ഒരു ഇതിലും കൊടുക്കുക. പ്രൊവൈഡ് ടോപ്പ് വിഡ്ത്ത് ഓഫ് 0.5 മീറ്റർ. അപ്പോൾ ഇതാണ് അബട്ട്മെൻറ്റ് ബി സിയുടെ മെഷർമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് അപ്സ്ട്രീം വിങ് വാൾ AB എന്ന് പറയുന്നത്. അതായത് ഈ പോർഷൻ, ഇവിടുത്തെ പോർഷൻ. ഓക്കെ, ഈ പോർഷൻ ഇവിടെ എന്തുവാ പറയുന്നത്? ടോപ്പ് ലെവൽ ഓഫ് എ വിങ് വാൾ ഈസ് കെപ്റ്റ് അറ്റ് ടോപ്പ് ബെഡ് ലെവൽ ഓഫ് ദ അപ്സ്ട്രീം. ഇവിടെയും സെയിം. ഇപ്പോൾ നമ്മൾ എബട്ട്മെൻറ്റിൻ്റെ ടോപ്പ് ലെവൽ എത്രയാണ് എടുത്തത് അത് തന്നെയാണ് ഇവിടെയും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്സ്ട്രീമിൻ്റെ വിങ് വാൾ ABയുടേതും എടുക്കുന്നത് അത് തന്നെയാണ് 12.5. പിന്നെ അപ്സ്ട്രീം വിങ് വാൾ ഇസ് പ്ലേഡ് അറ്റ് 1:1. പിന്നെ ദ ഫൗണ്ടേഷൻ ഓഫ് ദിസ് വാൾ നീഡ് നോട്ട് ബി ആസ് ഡീപ്പർ ആസ് ദാറ്റ് ഓഫ് എബട്ട്മെൻറ്റ്. അതായത് നമ്മൾ എബട്ട്മെൻറ്റിന് എത്രയാണ് ഫൗണ്ടേഷൻ നമ്മൾ ഡീപ്പ് എടുത്തത്? 1 മീറ്റർ തിക്നെസ്സോളം എടുത്തിട്ടുണ്ട്. അതായത് 7.6 ആണ് നമ്മൾ എടുത്ത ലെവൽ. മനസ്സിലായി? ഇതിപ്പോൾ അത്രയും പോകണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഗുഡ് സോയിൽ ഫോർ ഫൗണ്ടേഷൻ ഇസ് അവൈലബിൾ അപ് ടു 8.5 മീറ്ററിന്. അപ്പോൾ ആ ലെവൽ വരെ നമ്മൾ ഈ വിങ്സിന്, ഓക്കെ, അതായത് വിങ് വാളിന് പ്രൊവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ തിക്നെസ് ഓഫ് എ ഫൗണ്ടേഷൻ റിക്വയർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 0.6 വരും. ഓക്കെ, അതായത് നമ്മൾ 1 മീറ്റർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല, 0.6 മീറ്ററാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ വാൾ എത്ര വരും? നമ്മുടെ ടോപ്പ് ലെവലിൻ്റെ ആ ലെവൽ 12.5 മൈനസ് നമ്മൾ 8.5 മൈനസ് ചെയ്യുക, 4 മീറ്റർ കിട്ടും. ഫ്രണ്ട് ബാറ്റർ, അതായത് ഫ്രണ്ട് സ്ലോപ്പ് എന്ന് നമ്മൾ എടുക്കുന്നത് 1:8 ആണ് ഈ വിങ് വാളിന്. പിന്നെ ബേസ് വിഡ്ത്ത് എന്ന് പറയുന്നത് 0.4 ഇൻറ്റു H, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1.6 മീറ്റർ. അതാണ് ഈ ഫിഗർ വരച്ചിരിക്കുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയ ബേസ് വിഡ്ത്ത് 1.6. ഇവിടെ 0.5 മീറ്റർ തന്നെയാണ് മേളിലെ ടോപ്പ് വിഡ്ത്ത് എടുക്കുന്നത്. പിന്നെ ഇത് 8.5ഉം ഇത് 12.5ഉം. ഇവിടെ 0.3 പ്രൊജക്ഷൻ കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇതാണ് ഫ്രണ്ട് ബാറ്റർ 1:8. ഇനി നെക്സ്റ്റ് ഡൗൺ സ്ട്രീം സ്ലോപ്പിംഗ് വിങ് CD. അതായത് ഇതാണ് ഈ വിങ് വാൾ CD. ഓക്കെ, ഇവിടെ നമ്മൾ അറ്റ് പോയിന്റ് C അറ്റ് പോയിന്റ് Dയുടെ സെപ്പറേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, വിഡ്ത്ത്. ഓക്കെ, ഇവിടെ അപ്പോൾ ഡൗൺ സ്ട്രീം സ്ലോപ്പിംഗ് വിങ് CD എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ ഓഫ് ദ വിങ് നമ്മൾ എടുക്കുന്നത് 12.5 തന്നെയാണ് അറ്റ് C. പിന്നെ ടോപ്പ് വിഡ്ത്ത് 0.5 തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഫ്രണ്ട് ബാറ്റർ ഓഫ് എ വാൾ 1:8. അപ്പോൾ ഫസ്റ്റ് അറ്റ് പോയിന്റ് C എങ്ങനെ വരും നോക്കാം. ഇവിടെ സെക്ഷൻ ഓഫ് ദ സ്ലോപ്പിംഗ് വിങ് അറ്റ് C is same as that of the abutment, but thickness of the foundation is restricted to 60 cm. നമ്മൾ ഒരുപാട് 1 മീറ്റർ ഒന്നും കൊടുക്കുന്നില്ല, ഇവിടെ 0.6 മീറ്റർ കൊടുത്താൽ മതി. പിന്നെ ദാറ്റ് ഈസ് അപ്പോൾ ടോപ്പ് ലെവൽ ഓഫ് ദ ഫൗണ്ടേഷൻ എത്ര വരും? 7.6 തന്നെയാണ്. പക്ഷേ ബോട്ടം ഓഫ് ദ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 0.6 തിക്നെസ്സാണ് കൊടുക്കുന്നതിനോടൊപ്പം കൊടുക്കുമ്പോൾ എന്താ വരും? ബോട്ടം ലെവൽ 7 വരും. അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ അറ്റ് D വരുമ്പോഴത്തേക്ക് എന്താ? ടോപ്പ് ലെവൽ ഓഫ് ദ റിട്ടേൺ വിങ് DE ഈസ് ഈക്വൽ ടു ടോപ്പ് ഓഫ് ദ ബാങ്ക് ലെവൽ ഓഫ് ദ ചാനൽ സെക്ഷൻ ഡൗൺ സ്ട്രീം. അതായത് ടോപ്പ് ഓഫ് ദ ബാങ്ക് ലെവൽ അറ്റ് ഡൗൺ സ്ട്രീം തന്നിട്ടുണ്ട് 10.5. അവിടെ ആയിരിക്കും എന്താ ടോപ്പ് ലെവൽ ഓഫ് ദ റിട്ടേൺ വിങ് DE എന്ന് പറയുന്നത്, അതായത് 10.5. അപ്പോൾ അവിടുത്തെ ഹൈറ്റ് ഓഫ് ദ വാൾ അറ്റ് D എന്ന് പറയുന്നത് എന്താ വരും? 10.5 മൈനസ് 7.6.
നമ്മുടെ ഫൗണ്ടേഷൻ്റെ ആ ലെവലും പിന്നെ ടോപ്പ് ലെവലും മൈനസ് ചെയ്യുമ്പോൾ അതായിരിക്കും ഹൈറ്റ് ഓഫ് എ വാൾ അറ്റ് ഡി വരുന്നത് 2.9. ആ ഫിഗേഴ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അറ്റ് സിയും പിന്നെ അറ്റ് ഡിയും ലെവൽ ഡിഫറൻസസ്. ഓക്കെ, അതേപോലെ ഹൈറ്റും 4.9ഉം 2.9ഉം. ഓക്കെ ആണല്ലോ. ഇനിയാണ് റിട്ടേൺ വാൾ ഡി ഇ, അതായത് അറ്റ് പോയിൻറ്റ് ഇ. അറ്റ് പോയിൻറ്റ് ഇ എന്ന് വരുമ്പോഴത്തേക്ക് ഈ പോർഷൻ, ഈ പോയിന്റിലുള്ളതാണ് ഇനി പറയുന്നത്. ഓക്കെ, ഇവിടെ എന്തോ പറയുന്നത്, സെയിം സെക്ഷൻ അറ്റ് ഡി ഇന്ന് സി ഡി വാൾ മേ ബി പ്രൊവൈഡഡ് അലോങ് ഡി. നമ്മൾ സി ഡിയിൽ എന്താ എടുത്തത്, ആ സെയിം സെക്ഷൻ നമുക്ക് ഡിയിലും എടുക്കാം. ഓക്കെ, ഇവിടെ ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ 8 മീറ്റർ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ എത്ര, 8. ഇവിടെ അതാണ് അത്ര, ആ ലെവലാണ് കൺസിഡർ ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ലെങ്ത് ഓഫ് റിവെറ്റ്മെൻറ്റ് ആൻഡ് ബെഡ് പിച്ചിങ്. ഇനി നമ്മൾ റിവെറ്റ്മെൻറ്റ് ബെഡ് പിച്ചിങ് പ്രൊവൈഡ് ചെയ്യുക, അതിൻ്റെ ലെങ്ത് ആണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അപ്സ്ട്രീം റിവെറ്റ്മെൻറ്റ് ഷുഡ് ബി ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 3h. h എന്ന് പറയുന്നത് വാട്ടർ ഹൈറ്റ് ആണ്, ഓർ എ മിനിമം ഓഫ് 3 മീറ്റർ എന്ന് പറയുന്നുണ്ട്. അതേപോലെ downstream revetment start from the end of the downstream sloping beam. Its length should be 4 times of h plus drop or minimum of 6 meter എന്ന് പറയുന്നുണ്ട്. അപ്പം അപ്സ്ട്രീം റിവെറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി 3h ഓർ മിനിമം ഓഫ് 3 മീറ്റർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്സ്ട്രീമിൻ്റെ റിവെറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 3 ടൈംസ് ഓഫ് h, 3 × 1.5 4.5 കിട്ടി. പിന്നെ മിനിമം എന്ന് പറയുന്നത് 3 മീറ്റർ. അപ്പോൾ ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് മിനിമം അത് എഴുതുക. അതേപോലെ ഡൗൺ സ്ട്രീമിൻ്റെ പറഞ്ഞിട്ടുണ്ട് എന്താ, 4 ടൈംസ് ഓഫ് h പ്ലസ് 4 ടൈംസ് ഓഫ് h പ്ലസ് ഡ്രോപ്പ്. അപ്പോൾ 4 ടൈംസ് ഓഫ് h 1.5 പ്ലസ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 2 വിച്ച് ഈസ് ഈക്വൽ 14 മീറ്റർ. പിന്നെ മിനിമം 6 ആണെന്നും പറഞ്ഞിട്ടുണ്ട്, 6. അപ്പോൾ ഇത് രണ്ടിൽ ഏതാണ് മിനിമം അത് എഴുതുക. അപ്പോൾ ഇത് രണ്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡൗൺ സ്ട്രീമിൻ്റെ അപ്സ്ട്രീമിൻ്റെയും റിവെറ്റ്മെൻറ്റിൻ്റെ ലെങ്ത്ത്. ഓക്കെ, പിന്നെ പറയുന്നത് ലെങ്ത് ഓഫ് ദ ബെഡ് പിച്ചിങ്. ലെങ്ത് ഓഫ് ദ ബെഡ് പിച്ചിങ് ഈസ് ജനറലി കെപ്റ്റ് ആസ് ഹാഫ് ദ ലെങ്ത് ഓഫ് ദ കറസ്പോണ്ടിങ് റിവെറ്റ്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് എത്ര റിവെറ്റ്മെൻറ്റിൻ്റെ ലെങ്ത്താണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ പകുതിയായിരിക്കും നമ്മൾ ബെഡ് പിച്ചിങ്ങിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്, അപ്സ്ട്രീമിൻ്റെയും ഡൗൺ സ്ട്രീമിൻ്റെ. അപ്പോൾ ഇവിടെ അപ്സ്ട്രീമിൻ്റെ റിവെറ്റ്മെൻറ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടിയ 3 മീറ്റർ ആണ്. അപ്പോൾ അപ്സ്ട്രീമിൻ്റെ ബെഡ് പിച്ചിങ് എന്ന് പറഞ്ഞാൽ 3/2 ആയിരിക്കും, അതിൻ്റെ ഹാഫ്. അപ്പോൾ 1.5 കിട്ടും. അത് പക്ഷേ നമ്മൾ നിയർലി ഈക്വൽ ടു 2 മീറ്റർ എടുക്കുക. അതേപോലെ ഇവിടുത്തെ ഡൗൺ സ്ട്രീമിൻ്റെ ആകുമ്പോൾ 6/2 വിച്ച് ഈസ് ഈക്വൽ ടു 3 മീറ്റർ. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രപ്പിസോയിഡൽ നോച്ച് ഫോളിൽ ഡിസൈൻ ചെയ്യുന്നത്.